രത്നാകര കാട്ടാളനിൽ നിന്നുമുള്ള യാത്ര വാൽമീകി മഹർഷിയിലെത്തുന്ന യാത്ര. പാപഫലം പങ്കിൽ നിന്നും സ്വയം തിരിച്ചറിവിലൂടെ നന്മ തൻ പങ്കു തേടിയുള്ള ഏകാന്തയാത്ര. രത്നാകര കാട്ടാളനിൽ നിന്നുമുള്ള യാത്ര വാൽമീകി മഹർഷിയിലെത്തുന്ന യാത്ര. പാപഫല പങ്കിൽ നിന്നും സ്വയം തിരിച്ചറിവിലൂടെ നന്മ തൻ പങ്കു തേടിയുള്ള ഏകാന്തയാത്ര. ഘോരമാം വനാന്തരത്തിൽ വർഷങ്ങളേറെ കഠിനമാം തപം ചെയ്തു ഒരു നാൾ വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നു വാൽമീകിയായി യാത്ര തുടർന്നതും സത്യം. രണ്ടു ജന്മങ്ങൾ തമ്മിൽ പരസ്പരമേറെ അന്തരമുള്ള യാത്ര. ആത്മപരിണാമ പരിവർത്തനത്തിൻ പുതുയാത്ര. ഒരു ജന്മത്തിൽ കാട്ടാളനും കൊള്ളക്കാരനും, മറുജന്മത്തിൽ മാമുനിയും മഹാകവിയും. രണ്ടു ജന്മങ്ങൾ തമ്മിൽ പരസ്പരമേറെ അന്തരമുള്ള യാത്ര. ആത്മപരിണാമ പരിവർത്തനത്തിൻ പുതുയാത്ര. ഒരു ജന്മത്തിൽ കാട്ടാളനും കൊള്ളക്കാരനും, മറുജന്മത്തിൽ മാമുനിയും മഹാകവിയും. സനകാദി മുനികൾ കാട്ടാളൻ തൻ കാതിലോതിയ ആ മരം ഈ മരം എന്ന ഇരുവാക്കിനാൽ രാമരാമ ജപമായി മാറി ചിതൽ പുറ്റിനുള്ളിലെ കാട്ടാളന്റെ നാവിൽ. സനകാദി മുനികൾ തൻ അനുഗ്രഹത്താൽ കാലനിയോഗമായി വാൽമീകിയായതും പുണ്യമത്രേ. കാവ്യരൂപത്തിൽ രാമായണത്തിലൂടെ ശ്രീരാമദേവന്റെ യാത്രയും സീത തൻ ത്യാഗവും രാമരാവണ യുദ്ധവും ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠ സ്നേഹവും ഭരതന്റെ ഉഗ്രപ്രതിജ്ഞയും സീതാ പരിത്യാഗവും ലവകുശ സന്ദേശവും മനുജ ജീവിതത്തിൽ ഉത്കൃഷ്ട ഗ്രന്ഥമാക്കി സമർപ്പിച്ച ആദികവി വാൽമീകി. കാവ്യരൂപത്തിൽ രാമായണത്തിലൂടെ ശ്രീരാമദേവന്റെ യാത്രയും സീത തൻ ത്യാഗവും രാമരാവണ യുദ്ധവും ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠ സ്നേഹവും ഭരതന്റെ ഉഗ്രപ്രതിജ്ഞയും സീതാ പരിത്യാഗവും ലവകുശ സന്ദേശവും മനുജ ജീവിതത്തിൽ ഉത്കൃഷ്ട ഗ്രന്ഥമാക്കി സമർപ്പിച്ചു ആദികവി വാൽമീകി.